സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ തീപിടുത്ത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വീട്ടിൽ സുരക്ഷാ ഉപകരണങ്ങൾ കരുതണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പ്. സ്മോക്ക് ഡിറ്റക്ടർ, ഫയർ ബ്ലാങ്കറ്റ്, അഗ്നിശമന ഉപകരണം, ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ എന്നിവയാണ് വീട്ടിൽ കരുതേണ്ടത്. ഇവ തീപിടുത്തത്തെ പ്രതിരോധിക്കാനോ അപകടം കുറയ്ക്കാനോ സഹായിക്കും. ജാഗ്രത പുലർത്തേണ്ടതിൻ്റെയും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിൻ്റെയും വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഡയറക്ടറേറ്റ് ഊന്നി പറഞ്ഞു. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം അഭ്യർത്ഥിക്കാൻ റിയാദ്, മക്ക, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ 911 അല്ലെങ്കിൽ 998, രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർ 998 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കണമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. സൗദിയുടെ വടക്ക് ഭാഗത്തെ അബ്ഹൂർ മേഖലയിലെ കടൽ തീരത്തെ 13 സർക്കാർ സ്ഥലങ്ങൾ ജിദ്ദ മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിച്ചു. ഇതോടെ പ്രദേശത്ത് തിരിച്ചുപിടിച്ച സ്ഥലങ്ങളുടെ എണ്ണം 15ആയി. ഷറം അബ്ഹൂറിൻ്റെ വടക്ക് തീരത്താണ് 7 സ്ഥലങ്ങൾ. ഇങ്ങനെ ആകെ തിരിച്ചുപിടിച്ച സർക്കാർ ഭൂമിയുടെ വിസ്തീർണം 15 ലക്ഷം ചതുരശ്ര മീറ്ററാണ്. അതേസമയം കടൽ തീരത്തെ വേലികളും കെട്ടിടങ്ങളുമായ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്താണ് ഇത്രയും സ്ഥലം തിരിച്ചുപിടിച്ചത്. കയ്യേറ്റം നടത്തിയ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും കടൽ തീരങ്ങളിലെ കയ്യേറ്റങ്ങളിൽ നിന്നും പൊതുമുതൽ സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റി തുടരുകയാണ്. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുക, കടൽ തീരങ്ങളിൽ നിയന്ത്രണ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക, കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഈ സ്ഥലങ്ങൾ പുനരധിവസിപ്പിക്കുകയും ജിദ്ദയിലെ താമസക്കാർക്കും സന്ദർശകർക്കും പ്രയോജനപ്പെടുന്ന പൊതു സൗകര്യങ്ങളായി തുറക്കുകയും ചെയ്യും. ഇന്ത്യൻ പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള ഫോൺ കോൾ തട്ടിപ്പ് ശ്രമങ്ങൾ ദുബൈയിലും നടക്കുന്നതായി റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് രാജ്യത്തെ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സമാനമായ തട്ടിപ്പ് കോളുകൾ ഒമാനിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒമാനിലെ ഇന്ത്യൻ എംബസിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ദുബൈയിലും ഇത്തരം തട്ടിപ്പ് സംഘം രംഗത്തെത്തിയിരിക്കുന്നത്. ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിലെ പ്രവാസി ഭാരതീയ സഹായത കേന്ദ്രത്തിൽ നിന്നും എമിഗ്രേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ കോളുകൾ വരുന്നതായി കോൺസുലേറ്റ് പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നൽകിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് കോൺസുലേറ്റിൻ്റെ മുന്നറിയിപ്പ്. പ്രവാസി ഭാരതീയ സഹായത കേന്ദ്രത്തിൻ്റെ 80046342 എന്ന ടെലിഫോൺ നമ്പറിന് സമാനമായ നമ്പറിൽ നിന്നാണ് വ്യാജ കോളുകൾ ഇന്ത്യൻ പ്രവാസികളെ തേടിയെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദുബൈയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ദുബൈയിലെ ഇന്ത്യൻ മിഷൻ ആവശ്യപ്പെട്ടു. നിലവിലില്ലാത്ത ചില എമിഗ്രേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്ന വ്യാജേനയാണ് കോൺസുലേറ്റിൻ്റെ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞ് ഫോൺ വിളി വരുന്നത്. താങ്കൾക്ക് എമിഗ്രേഷനുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടെന്നും അതിന് നിശ്ചിത തുക അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വിളികൾ. ഇത് പണം തട്ടിയെടുക്കാനുള്ള തട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയാണെന്നും അതിൽ വീഴരുതെന്നും കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി. എമിഗ്രേഷൻ സംബന്ധമായ വിഷയങ്ങളിൽ കോൺസുലേറ്റ് ഇന്ത്യൻ പൗരന്മാരെ വിളിക്കാറില്ലെന്നും അത്തരം കോളുകളോട് പ്രതികരിക്കരുതെന്നും കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും അവർക്ക് പണം കൈമാറാനും പാടില്ല. അതുപോലെ കോൺസുലേറ്റ് ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങളോ OTPയോ പിൻ നമ്പറുകളോ ബാങ്ക് വിശദാംശങ്ങളോ ആവശ്യപ്പെടാറില്ലെന്നും ഫോൺ വഴി അത്തരം വിവരങ്ങൾ ആര് ചോദിച്ചാലും നൽകരുതെന്നും കോൺസുലേറ്റ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ദുബായ് പോലീസ് AI ആപ്പുകളെ വിശ്വസിക്കരുതെന്ന മുന്നറിയിപ്പുമായി രംഗത്ത്. രാജ്യത്തെ പൗരന്മാർക്കും ജനങ്ങൾക്കുമാണ് ദുബായ് പോലീസ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു AI ആപ്പ് ഉപയോഗിക്കണമെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ നൽകണം. ഇത്തരത്തിൽ വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. ചാറ്റ് ബോട്ട്സ്, ChatGPT തുടങ്ങിയവയിൽ വിവരങ്ങൾ നൽകുമ്പോൾ സൂക്ഷിക്കണം. ഇവയ്ക്ക് വ്യക്തിവിവരങ്ങൾ കൈമാറുമ്പോൾ അപകടകരമാണെന്ന് ദുബായ് പോലീസ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു. ഒമാൻ ഹെൽത്ത് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് സമാപിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ 3 ദിവസങ്ങളിലായി നടന്ന പ്രദർശനം ആരോഗ്യമേഖലയിലെ വളർച്ചയുടെ അടയാളപ്പെടുത്തലായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 160 പ്രദർശകരാണ് ഇത്തവണ പങ്കെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ സ്ഥാപനങ്ങളും ഇത്തവണ പ്രദർശനത്തിന് എത്തുന്നു എന്നതും പ്രത്യേകതയായിരുന്നു. 8000-ലധികം ആളുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി. ഒമാൻ ആരോഗ്യ മന്ത്രാലയമാണ് എക്സിബിഷൻ ഒരുക്കിയത്.
വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ പ്രാണി നിറഞ്ഞ നിലയിൽ സൂക്ഷിച്ച അരിച്ചാക്കുകൾ നഗരസഭ അധികൃതർ പിടിച്ചെടുത്തു. സോഹർ വിലായത്തിലെ വാണിജ്യ സ്റ്റോറിൽ നടത്തിയ പരിശോധനയിലാണ് ഉപയോഗശൂന്യമായ 2718 കിലോഗ്രാം അരി കണ്ടെടുത്തത്. പ്രാണികളുടെ സാന്നിധ്യമുള്ള അരിച്ചാക്കുകൾ വീണ്ടും വൃത്തിയാക്കി പൊതിഞ്ഞ് വിൽപ്പനയ്ക്ക് തിരികെ എത്തിക്കുന്നതായിരുന്നു ഇവിടുത്തെ രീതിയെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ദാഖ്ലിയ നഗരസഭയുടെ കീഴിൽ ഭക്ഷ്യശാലകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ബിദ്ബിദ് വിലായത്തിലെ വിവിധ കടകളിൽ നടന്ന പരിശോധനയിൽ നിയമലംഘനങ്ങളും കണ്ടെത്തി. 80 കിലോഗ്രാമിലധികം ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചതായി നഗരസഭ അറിയിച്ചു. അതേസമയം ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് കർശന പരിശോധന തുടരും. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുന്നവർക്കെതിരെയും വിതരണം ചെയ്യുന്നവർക്കെതിരെയും നടപടികളും സ്വീകരിക്കും. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിക്കും. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വിവിധ മോഷണ കേസുകളിൽ വിദേശികൾ അറസ്റ്റിലായി. വാണിജ്യ സ്റ്റോറിൽ മോഷണം നടത്തിയ 2 പേരെ പോലീസ് പിടികൂടി. മറ്റൊരു സംഭവത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 വിദേശികളെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സോഹർ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ആർഒപി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നാളെ മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 1 വരെ രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കും. ഇതിന്റെ ഭാഗമായി ദോഫർ ഗവർണറേറ്റിലെ തീരപർവ്വത പ്രദേശങ്ങളിലും അൽഹജർ പർവ്വത നിരകളിലും വ്യത്യസ്ത തീവ്രതയുള്ള മഴ ലഭിച്ചേക്കാം. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരാൻ കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മഴയ്ക്ക് പിന്നാലെ താപനില കുറയാനും സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും കാറ്റും വെള്ളപ്പൊക്കവുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണമോ അതോ ഡിസ്റ്റൻസ് പഠന രീതിയിലേക്ക് മാറണോ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഒമാൻ ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണിത്. ഒമാനി ഗവർണറേറ്റുകളിലുടനീളമുള്ള പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ പ്രോട്ടോകോൾ ബാധകമാണ്. രാജ്യത്ത് മഴ പെയ്താൽ സ്കൂളുകളിലെ ക്ലാസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്യുന്നതിനുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഒമാൻ അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ഇന്നൊവേഷൻ മന്ത്രാലയമാണ് ശക്തമായ മഴയുണ്ടാകുന്ന വേളകളിൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കണമോ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം നാഷണൽ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി.